പുതുതായി പലരെയും കൊണ്ടുവരുന്നു, അവർക്ക് ചലഞ്ചിങ്ങായ റോളുകൾ നൽകുന്നു. അതിലൂടെ അങ്ങയുടേതായ ഒരു ചാരിതാർത്ഥ്യം അങ്ങ് അനുഭവിക്കുന്നു. അതിലുപരി ഇതൊരു കലാപത്തിൻ്റെ, മാറ്റത്തിന് വേണ്ടിയുള്ള അടങ്ങാത്ത ഒരു വാഞ്ചയുടെ, തിരുത്തി എഴുതലുകളുടെ ആവശ്യത്തെക്കുറിച്ചുള്ള ധാരണയുടെ ഉറച്ച പ്രഖ്യാപനവും അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രകാശനവുമായി അങ്ങ് അതിനെ വിലയിരുത്തുമോ അത്തരം സംരംഭങ്ങൾ? ഇല്ല സാർ, അത് യാദൃശ്യമായിട്ട് അന്നും ഇന്നും ഞാനിപ്പോഴും ആലോചിക്കുന്ന ഒരു സംഭവമുണ്ട്. രാക്ഷസ രാജാവ് എന്ന് പറയുന്ന മമ്മൂക്കയായിട്ട് ചെയ്ത ചിത്രത്തിൻ്റെ സെറ്റിൽ വെച്ചായിരുന്നു ഞാൻ ഈ ജയസൂര്യയുടെ ഫോട്ടോ സെഷൻ നടത്തിയത് ഊമപ്പെണ്ണിന് വേണ്ടി. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ചില കഥാപാത്രങ്ങൾ ഇന്ത്യയിൽ അവതരിപ്പിക്കാൻ, ഇപ്പോൾ ദാദാ സാഹിബ് ഞാൻ ചെയ്ത ദാദാ സാഹിബിലെ മമ്മൂട്ടിയുടെ കഥാപാത്രം അദ്ദേഹമല്ല വേറെ ആരും അവതരിപ്പിക്കാനില്ല എന്ന് ഇന്നും വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ എന്നോട് തമാശ മട്ടിൽ സിനിമ മമ്മൂട്ടി ചോദിച്ചു, ഇന്ന് എനിക്ക് തോന്നുന്നു ഈ സംഘടനാ പ്രശ്നത്തിൻ്റെ പേരിൽ എന്നോട് ഏറ്റവും കൂടുതൽ ശത്രുതയുള്ള ഒരാളാണെന്ന് എല്ലാവരും പറയുന്നത്, എനിക്കറിയില്ല, മമ്മൂക്കയാണെന്ന് പറയുന്നത്. പക്ഷേ എനിക്കറിയില്ല കാര്യം. പക്ഷേ അദ്ദേഹത്തെ വെച്ചിട്ട് ഞാൻ മോഹൻലാലിനെ വെച്ച് പടം ചെയ്തിട്ടില്ല. അപ്പം പുള്ളി എന്നോട് ചോദിച്ചു, നീ എന്താടാ എന്നെ കണക്കുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ ഇഷ്ടംപോലെ ഡേറ്റ് തരുമ്പം ആരായി വന്നിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് തമാശ, ഒരിക്കലും അതിന് സീരിയസ് ആയിട്ടില്ല. അപ്പം ഞാൻ തമാശയായിട്ട് പറഞ്ഞു, നമുക്ക് എൻ്റെ ഒരു സ്വഭാവം പറയട്ടെ, നമുക്ക് എനിക്ക് ഈ മമ്മൂട്ടിയെ വെച്ച് ദാദാ സാഹിബോ അല്ലെങ്കിൽ രാക്ഷസ രാജാവോ ചെയ്ത് വിജയിപ്പിക്കുന്നതിൽ 100 ഇരട്ടിയാണ് തൃപ്പൂണിത്തക്കാരനായ ഈ മിമിക്രിക്കാരൻ 100 രൂപയ്ക്കൊന്ന് മിമിക്രി കളിക്കുന്ന ഒരു പാവപ്പെട്ട പയ്യനെ ഒരു പടത്തിൽ അഭിനയിപ്പിച്ച് ആ പടം ഒന്ന് രക്ഷപ്പെട്ടാൽ ഭയങ്കര ചാരിതാർത്ഥ്യമായിരിക്കും. കിടന്നുറങ്ങിയാൽ ഞാനെന്തോ ഒരു ഗോളടിച്ച ലൈനിലാണ് ഒരു ഫുട്ബോൾ മാച്ചിൽ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു സുഖം. അങ്ങനെ പറയുമ്പോൾ പുള്ളി ചിരിച്ചു. ഒരിക്കലും അന്ന് ഈ ഊമപ്പെണ്ണിൽ ഈ പറയുന്ന ജയസൂര്യ എന്ന് പറയുന്ന നടൻ ഒരു വലിയ താരമാകുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചല്ല. ആ പടത്തിൽ തന്നെയാണ് വില്ലനായിട്ട് ഇന്ദ്രജിത്തിനെ അവതരിപ്പിക്കുന്നത്. അതിനകത്ത് തന്നെയാണ് കാർത്തിക എന്ന് പറയുന്ന പെൺകുട്ടിയെ കൊണ്ടുവരുന്നത്. 3 പേരെ ആ ചിത്രത്തിലാണ് കൊണ്ടുവന്നത്. അല്ല, ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ അതിൻ്റെ ഒരു സുഖമുണ്ട് പുതിയ ആൾക്കാരെ വെച്ച് ചെയ്യുമ്പോൾ. കലാഭവൻ മണി അന്ധനായിട്ട് അന്ന് വെറും കോമഡി വേഷം ചെയ്യുന്ന മണി അന്ധനായിട്ട് അഭിനയിച്ചാൽ ആ പടം ഒരു ദിവസം പോലും ഓടില്ല, കാണാൻ ആൾ കാണില്ല. എന്ന് മാത്രമല്ല, അന്നും ഇന്നത്തെ മണിയല്ല, അന്ന് കാണാൻ വലിയ സൗന്ദര്യമില്ല മണിക്ക്, മനസ്സിലായി. അന്ന് പറഞ്ഞ് സൗന്ദര്യമില്ലാത്ത ഈ മണി കണ്ണൊക്കെ മറിച്ച് വെച്ച് ചെയ്താൽ എത്ര നേരം സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കും. പക്ഷെ മണിയുടെ ക്ലോസപ്പിലൂടെ മാത്രം, മണിയുടെ കണ്ണിൽ നിന്ന് വരുന്ന ആ എന്താ പറയുക കണ്ണുനീര് കണ്ട് മാത്രം ജനം നിശബ്ദരായിരുന്നൊരു പടമായിരുന്നു അത്. അപ്പോൾ അത്തരം പടങ്ങൾ വിജയിക്കുമ്പോൾ ഉള്ളൊരു സുഖം. അതുപോലെ പക്രു നായകനും യോദ്ധാവും ഒക്കെ ആയിട്ട് അഭിനയിച്ച അത്ഭുതദ്വീപ്, ആ അത്ഭുതദ്വീപ് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറേ കുള്ളന്മാർ വിവാഹം കഴിക്കാൻ തയ്യാറാകുക. ആ വിവാഹത്തിനൊക്കെ എന്നെ ക്ഷണിക്കുക, ഞാൻ പോവുക. 25ഓളം കുള്ളന്മാർ. കാരണം എന്താണ്? അത്ഭുതദ്വീപിൽ അതിസുന്ദരിമാരായ പെണ്ണുങ്ങളായിരുന്നു ഞങ്ങളുടെ ഭാര്യമാർ. പിന്നെ എന്തുകൊണ്ട് അത് ഞങ്ങളുടെ ജീവിതത്തിലോട്ട് പകർത്തിക്കൂടാ എന്ന് പറയുന്ന ഒരു പോസിറ്റീവ്നെസ് ഈ ഹാൻഡിക്യാപ്ഡായിട്ടുള്ള മനുഷ്യർക്ക് കൊടുക്കാൻ സാധിച്ചെങ്കിൽ അതൊരു ഭയങ്കര അവാർഡിനേക്കാളും വലുതാണ്. അങ്ങനെ ഒരു പോസിറ്റീവ്നെസ് അവർക്ക് നൽകണമെന്നുള്ള ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണോ അതിൻ്റെ രചന നടത്തിയത്? അല്ലെങ്കിൽ ആ സിനിമയുടെ വിജയം അങ്ങനെയൊരു തലത്തിലേക്ക് എത്തിച്ചേരുകയായിരുന്നു? ഒരു പരിധിവരെ ആ ചിത്രം എൻ്റെ ഒരു മനസ്സിൻ്റെ പക്രുവിനോടുള്ള സ്നേഹത്തിൻ്റെയും സിമ്പതിയുടെയും ഭാഗമായിരുന്നു. പക്രു ഒരു ദിവസം എന്നോട് പറയുണ്ടായിരുന്നു, സാർ എനിക്കൊന്ന് നേരെ നോക്കി ഒരു സിനിമയിൽ അഭിനയിക്കാൻ പറ്റത്തില്ല സാർ, പിന്നെ എങ്ങനെയാണ് ഞാൻ. അദ്ദേഹം ചെറിയ ചെറിയ കോമഡി വേഷമൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു, ചെറിയ ചിത്രങ്ങളിൽ. അപ്പം ഒരു ദിവസം എന്നോട് പുള്ളി പറഞ്ഞു, ഒരു ജീവിതത്തിൽ എന്തെങ്കിലും എനിക്കൊന്ന് നായകനാകാൻ പറ്റുമോ സാർ? സാർ ഞാൻ MA ഒക്കെ പാസ്സായതാണ്, എൻ്റെ സ്വപ്നങ്ങളിൽ നായകനുണ്ട്, എനിക്ക് ഒരു കാമുകനാകണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ എൻ്റെ ദുഃഖം അറിയാമോ സാർ? ഇതൊരു മനസ്സിൽ തട്ടുന്ന വാക്കായിരുന്നു. അപ്പം ഞാൻ ചുമ്മാതെ ചോദിച്ചു, നമുക്കൊന്ന് ആലോചിച്ചോളടാ, ഏതായാലും സാർ ഇങ്ങനെയുള്ള പടങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ്. ഇപ്പം ആ സമയത്ത് ഈ കരിമാടിക്കുട്ടനും വാസന്തി ലക്ഷ്മിയൊക്കെ ഇങ്ങനെ നല്ലപോലെ ഓടി, ഇടയ്ക്ക് എന്നെ വികലാംഗരുടെ സംവിധായകൻ എന്ന് വിളിക്കുമായിരുന്നു. അത് ഞാൻ സന്തോഷത്തോടെ ഏറ്റെടുത്ത ആളാണ്. 4-5 ചിത്രങ്ങൾ അടുപ്പിച്ച് ചെയ്തുകൊണ്ട്. അപ്പം ഞാൻ പറയുന്നത് അത് ഏറ്റെടുത്ത് സന്തോഷിച്ച ആളാണ്. പക്ഷേ അന്ന് ഞാൻ പറഞ്ഞിരുന്ന ഒരു കാര്യം, ഈ പറയുന്ന കല്യാണ സൗഗന്ധ്യവും ശിപായിലകളെയും പോലുള്ള കോമഡി ചിത്രങ്ങൾ, വാസന്തിയും ലക്ഷ്മിയും പോലുള്ള കരിമാടിക്കുട്ടനും പോലുള്ള ഹൃദയത്തിൽ തട്ടുന്ന ഡൗൺ ടു ദി എർത്ത് ചിത്രങ്ങൾ, ആകാശഗംഗയും വെള്ളിനക്ഷത്രവും പോലുള്ള ഹൊറർ ചിത്രങ്ങൾ, സത്യവും ദാദാ സാഹുവും പോലുള്ള ആക്ഷൻ ചിത്രങ്ങൾ, ഇത് എല്ലാം പരീക്ഷിച്ചിട്ടുള്ള ആളാണ് ഞാൻ. അതുകൊണ്ട് പോലുള്ള ഫാന്റസി ചിത്രങ്ങൾ ഇതൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പം ഞാൻ പറയുമായിരുന്നു. പക്ഷെ പക്രു പറഞ്ഞ വാക്ക് കേട്ടപ്പോൾ ഞാൻ ചോദിച്ചു, പക്രുവിനൊരു എത്ര പേരെ സംഘടിപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ സാറേ എനിക്ക് 30 പേരെ സംഘടിപ്പിക്കാം കേരളത്തിൽ നിന്ന്. ഇദ്ദേഹം വിചാരിച്ചിരിക്കുന്ന 30 പേരേ ഉള്ളൂ, ഇദ്ദേഹം കണ്ടിട്ടില്ല ഈ കുള്ളന്മാരെ അത്രയധികം. അപ്പം ഞാൻ പറഞ്ഞു അത് പറ്റില്ല. അപ്പം പുള്ളി തമാശയായിട്ടാണ് എടുത്തത്. അപ്പം ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യും, നമുക്ക് ഒന്ന് പരീക്ഷിക്കാം. അങ്ങനെ ഞാൻ ഈ പടത്തെപ്പറ്റി തീരുമാനിക്കുന്നതിനൊക്കെ മുമ്പേ തന്നെയാണ് പത്രത്തിലൊരു പരസ്യം കൊടുത്തു. ഈ പറയുന്ന 2 അടി പൊക്കമുള്ള, മാക്സിമം വന്നാൽ 2.5 അടി പൊക്കമുള്ള ആൾക്കാർ സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുള്ളവർ എൻ്റെ അഡ്രസ്സിൽ അപേക്ഷിക്കുക. അഡ്രസ്സും കൊടുത്തിരുന്നു.
മൂന്നാം പൊക്കം തൊട്ട് അപേക്ഷയൊന്നുമല്ല വന്നത്. പാലാരിവട്ടത്തൂടെ ഈ കുള്ളന്മാരുടെ ഒരു വലിയ ജാഥയാണ്. വീടുകളിൽ നിന്നൊക്കെ ആൾക്കാർ ഇറങ്ങി ഇങ്ങനെ നോക്കുകയാണ്. 10-12 പേര് ഇങ്ങനെ വരികയാണ്. അതിങ്ങനെ കാസർഗോഡ് അവിടെ നിന്ന് അങ്ങനെ 400-500 പേരിൽ നിന്ന് രോഗമില്ലാത്ത 300 പേരെയാണ് നമ്മൾ ആ പടത്തിലോട്ട് സെലക്ട് ചെയ്തത്. അവിടുന്നാണ് ആ കഥ എഴുതിയത്. സിനിമ എന്ന് പറയുന്ന മാധ്യമം ജീവിതത്തിൻ്റെ താളപ്പിഴകളെയും ജനതികമായ വൈകല്യങ്ങളുടെ ആഖ്യാനങ്ങളെയും വ്യാഖ്യാനങ്ങളെയും പോലും ഉൾപ്പെടുത്തേണ്ടുന്ന ജീവിതത്തിൻ്റെ ഒരു സമാന്തര തലമാണ് എന്ന് തെളിയിക്കുന്നതാണ് ശ്രീ വിനയൻ്റെ ഈ ദ്വീപ്. അത് അത്ഭുത ദ്വീപാണോ അല്ലയോ എന്ന് പ്രേക്ഷകർ പറയട്ടെ. നമ്മളിപ്പോൾ ഈ അഭിമുഖ സംഭാഷണത്തിൽ അതൊരു അത്ഭുത ദ്വീപാണെന്ന് ഞാൻ പറയുകയും അതേ എന്ന് അങ്ങ് സമ്മതിക്കും, അല്ല എന്ന് അങ്ങ് എതിർക്കുകയും ചെയ്യേണ്ടുന്ന അവസ്ഥ വേണ്ട. പക്ഷേ അതൊരു ദ്വീപാണ്. ആ ദ്വീപിൽ ഇനിയും എന്തൊക്കെ പരീക്ഷണ സാധ്യതകളാണ് അങ്ങയുടെ മനസ്സിൽ? ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമ തന്നെ ഒരു പരീക്ഷണമാണ്. പരീക്ഷണം എന്ന് പറഞ്ഞാൽ 3D എന്ന് പറയുന്ന ദൃശ്യവിസ്മയം. 35 വർഷങ്ങൾക്ക് മുമ്പാണ് മൈ ഡിയർ കുട്ടിച്ചാത്തൻ, നമുക്കറിയാം, 3-4 പ്രാവശ്യം അത് റിലീസ് ചെയ്തു. അന്നതൊരു വലിയ ദൃശ്യവിസ്മയമായിരുന്നു. അതിനുശേഷം അതിനെപ്പറ്റി റിസ്ക് എടുക്കാനോ ആരും, ഈ എനിക്ക് തോന്നുന്നു അപ്പച്ചൻ സാറ് കഴിഞ്ഞതിന് ശേഷം ജിജോ, അപ്പച്ചൻ സാറിൻ്റെ മകൻ, അദ്ദേഹം സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് വിട്ടു. ആരും അതിന് തയ്യാറായിരുന്നില്ല. ഇപ്പോൾ അത് സ്റ്റീരിയോഗ്രാഫിക് 3D, ഈ സ്റ്റീരിയോസ്കോപ്പിക് 3D എന്ന് പറയുമ്പോൾ അത് നമ്മൾ കുട്ടിച്ചാത്തനെക്കാട്ടിലും 100% 3D വിസ്മയം പ്രേക്ഷകന് കൊടുക്കാൻ പറ്റുന്ന ചിത്രമാണ്. അങ്ങനൊരു ചിത്രം ചെയ്യണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് അത് എല്ലാ ഭാഷകളിലും വരാവുന്ന ഒരു ചിത്രമാണെങ്കിലേ നമുക്ക് കോസ്റ്റ് കവറപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. 10 കോടി രൂപയോളം ആകുന്ന ഒരു ചിത്രമാണ്. അങ്ങനെ ഒരു ചിത്രത്തിന് ഞാൻ പ്ലാൻ ചെയ്തതാണ് ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ ഡ്രാക്കുള 2012 ജനുവരി 25-ന് അത് റിലീസാണ്. ആ ചിത്രത്തിൽ ഞങ്ങൾ ഒറിജിനൽ ഡ്രാക്കുള പാലസിൽ പോയി ഷൂട്ട് ചെയ്തു, റൊമാനിയയിൽ. അത് വലിയൊരു സൂപ്പർ സ്റ്റാർ ചിത്രങ്ങളൊക്കെ തന്നെ ഷൂട്ട് ചെയ്തിരിക്കുകയാണ്. പക്ഷേ അതിനകത്ത് സൂപ്പർ സ്റ്റാർ ആരുമില്ല. ഇവിടെ സീരിയലുകളിൽ അഭിനയിച്ച് കൊച്ചു കൊച്ചു വില്ലനായിട്ട് ഇടികൊണ്ട് നടന്ന ഒരു ചെറുപ്പക്കാരനാണ് അതിനകത്ത് നായകൻ, സുധീർ എന്ന് പറയും. അദ്ദേഹം 4 ഭാഷകളിലെയും നായകനാണ്. അതൊന്നും മാത്രമല്ല, 1 വർഷം അദ്ദേഹത്തിൻ്റെ ബോഡി ട്രെയിനപ്പ് ചെയ്യാനും ഒക്കെ ആയിട്ട് ശരിയാക്കി. പിന്നെ നമ്മുടെ മഹാരാജ ശിവാനന്ദൻ എന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസറുടെ മകൻ ആര്യൻ, അങ്ങനെ 2 നായകന്മാരാണ് പടത്തിലുള്ളത്. പ്രഭു, നാസർ, എല്ലാ ഭാഷകളിലും പെട്ട നടന്മാരുണ്ട്. തിലകൻ ചേട്ടൻ ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടർ. ഞാൻ 2-3-4 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ചില വാക്കുകളുണ്ട്. ഇപ്പോഴത്തെ സൂപ്പർ സ്റ്റാറുകളെല്ലാം മുൻ സൂപ്പർ സ്റ്റാറുകളെന്ന് പറയേണ്ട അവസ്ഥയിലോട്ട് നാട് വരും. അതവർ മനസ്സിലാക്കണം.